നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു പ്രത്യേക പൂജയാണ് സാർ. മഹാമൃത്യുഞ്ജയ പുനരുജ്ജീവന ആവാഹനം. അടുത്ത ദേശത്ത് നിന്ന് ഒരു സ്ത്രീ വന്ന് നേർച്ച നടത്തുന്നതാ. അടുത്ത ദേശത്തെ സ്ത്രീയോ? എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. അത് സാർ, പൂജയും ഹോമവും കഴിയാതെ അവരുടെ അടുത്ത് പോകാൻ പാടില്ലെന്നാണ്. എന്നാര് പറഞ്ഞു? തിരുമേനി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ. അതുകൊണ്ടാ മറ്റുള്ള സ്ത്രീകളെ ഇവിടെ നിന്നും മാറ്റി നിർത്തിയിരിക്കുന്നത്. ശരി, എപ്പ കഴിയും പൂജ ഹോമം? അതറിയില്ല. ചിലപ്പോ അസ്തമയവും കഴിഞ്ഞ് സമയം നീളുമെന്നാ തിരുമേനി പറഞ്ഞത്. വാ. നീ ഒന്ന് കറങ്ങണം. കൂട്ടത്തിൽ അന്വേഷിക്കാൻ ഏൽപ്പിച്ചവരെ കൂടി ബന്ധപ്പെടാൻ നോക്ക്. അവളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ എന്നെ അറിയിക്കണം. ഞാൻ ഇവിടെ തന്നെ കാണും. ദേ, അവിടെ ഇരിക്കുന്നത് അവളാ. അല്ലെങ്കിൽ അവൾ ഇവിടേക്ക് പുറത്തുനിന്ന് വന്നു ചേരും. രണ്ടായാലും ഞാനിവിടെ ഉണ്ടായേ പറ്റൂ. ശരി സർ. ക്ഷേത്രത്തിൽ ഒരു വലം വെച്ച് നടയിൽ വെച്ചോളൂ. സർ, സുഭദ്രാമ്മയുടെ ചായയുള്ള ആരെയും എങ്ങും കണ്ടില്ല. അങ്ങനെ ഒരാൾ വന്നതായി ആരും പറയുന്നുമില്ല. താൻ എവിടേക്ക് അന്വേഷിച്ചു? തൃപ്പങ്ങോട്ട് വീടുകളിലെല്ലാം തിരക്കി സർ. എന്നിട്ട് ആരെയും കണ്ടെത്തിയില്ല? ഇല്ല സർ, ആരെയും കണ്ടെത്തിയില്ല. പിന്നെ ആ ചന്ദ്രമോഹന്റെ മൂത്ത മോൻ കൃഷ്ണപ്രസാദ് വന്നിരുന്നതായി ചിലർ പറഞ്ഞു കേട്ടു. അവൻ വന്നാലും പോയാലും നമുക്കെന്താ? ആ ശരി, വണ്ടി ഇട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോ. വിഘ്നങ്ങളൊന്നുമില്ലാതെ പൂജകൾ പൂർണ്ണമായിരിക്കണം. ദേവി പ്രീതി ഒപ്പം ഉണ്ടാകും. ഞാൻ രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഇവിടുന്ന് വരൂ. ശരി സർ. കഷ്ടപ്പാടുകളൊക്കെ അകന്നുപോകും. മേൽക്കുമേൽ ശ്രേയസ് വന്നു ചേരും. എന്താ, സമാധാനമായില്ലേ കാര്യങ്ങൾ? സമാധാനമായി തിരുമേനി. ഇനി എനിക്ക് അങ്ങോട്ട് വരാമോ? അല്ല, മേഘനാഥ് സാർ ഇപ്പോ വന്നു. ആരാ നീ? പേര് പറ. ആരാ നീ എന്ന്? ഏയ്,
ഭവാനിയമ്മേ, എന്താ? അത്താഴം എടുത്തു വെച്ചിട്ട് കുറച്ചു നേരമായി. ഭവാനിയമ്മ ഒന്നും കഴിച്ചില്ല ഇതുവരെ. മേഘനാഥം വരട്ടെ, നീ പോയി കിടന്നോളൂ, ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചോളാം. അദ്ദേഹം വന്നു ഭവാനിയമ്മേ, കുറച്ചു നേരമായി. വന്നോ? എന്നിട്ട് എവിടെ? ഞാൻ എത്തിയമ്മേ. വേഷമൊക്കെ മുഷിഞ്ഞുകൊണ്ട് ഒന്ന് മാറ്റാൻ പോയതാ. എന്നാ ശ്യാമളയ്ക്ക് പോവാം. എന്തായി, കണ്ടോ നീ? സുഭദ്ര തന്നെയാണോ അവള്? കണ്ടു. അത് സുഭദ്രയല്ലേ, രാധയാണെന്നാണ് എന്റെ വിശ്വാസം. രാധയോ? അതെ, രാധ. അവള് ശ്രീമൂലസ്ഥാനത്ത് പുനർജനി മൃത്യുഞ്ജയ ഹോമം ചെയ്തു. എന്റെ കയ്യിൽ പെടുന്നായപ്പോൾ വാളുയർത്തി വീശി എന്നെ വിഡ്ഢിയാക്കി കടന്നു കളഞ്ഞു. നശിപ്പിച്ചില്ലേ? കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞു കുളിച്ചിട്ട് വന്നിരിക്കുന്നു ഒരുത്തൻ. എന്തു പറ്റി? ലക്ഷണം കണ്ടിട്ട് ശോക സീനാണല്ലോ. കൊച്ചേട്ടന്റെ കപ്പൽ വല്ല മുങ്ങിപ്പോയോ? ലക്ഷണം കണ്ടിട്ട് കപ്പലും വിമാനമൊക്കെ മുങ്ങുവെന്നാ തോന്നുന്നത്. നിനക്ക് പക്ഷെ വലിയ സന്തോഷമാണെന്ന് തോന്നുന്നല്ലോ. യെസ്, ഡെഫിനറ്റ്ലി. എന്റെ കപ്പല് ഏതാണ്ട് കരക്കെടുത്ത മട്ട. ഞാനിന്ന് ഹീറോ ആയി കഴിഞ്ഞു. നല്ല ഒന്നാം തരം റൊമാൻറ്റിക് ഹീറോ. ഹീറോയോ? എവിടെ? എങ്ങനെ? തെളിച്ചു പറയണ എന്താ കാര്യമൊന്ന്? പറയാനൊന്നുമില്ല. ദൈവമായിട്ട് എനിക്കൊരു സന്ദർഭം സൃഷ്ടിച്ചു. അങ്ങനെ ദൈവമായിട്ട് എന്നെ ഹീറോ ആക്കി. കാട് കയറാൻ സംഭവിച്ചെന്താണെന്ന് നീ പറ. പറയാനൊന്നുമില്ല. സിറ്റുവേഷനൊക്കെ പഴയ സിനിമയിലുള്ളതുപോലെ തന്നെ. മയക്കുമരുന്ന് ലോബിക്കെതിരെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആര്യയെ ചിലർ വഴി തടഞ്ഞ് ആക്രമിച്ചു. പിന്നെ നടന്നത് ഈ ഹീറോയുടെ എൻട്രിയാ. സാക്ഷാൽ ഹരിയുടെ മാസ് എൻട്രി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.